HPLC ടെസ്റ്റ് വരാൻ പോവാണ്. വാട്ട് ഈസ് മീനിങ് ഓഫ് HPLC ടെസ്റ്റ്? അല്ലേ, ഇത് ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി ടെസ്റ്റ്. നോക്കണം, ഡ്രഗ് യൂസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഫ്രം 3 months ago. സോറി 6 months ago. 6 മാസം മുമ്പ് വരെയുള്ള ലഹരിയുടെ ഉപയോഗത്തെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ടെസ്റ്റ് നിലവിൽ വരാൻ പോവാണ്. ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി ടെസ്റ്റ്. അതിപ്പോ നാഷണൽ റെഗുലേറ്ററി സൊസൈറ്റിയുടെ ഹൈദരാബാദിലെ നാഷണൽ ഫിസിക്കൽ ഹെൽത്ത് ലബോറട്ടറി നടപ്പിലാക്കുന്നത് 10,000 മുകളിൽ ചെലവ് വരുന്നുണ്ട്, എക്സ്പെൻസ് വരുന്നുണ്ട്. ആ ടെസ്റ്റ് നിലവിൽ വരുമ്പോ നമ്മുടെ 6 മാസം മുമ്പ് ഇപ്പൊ തിരുവനന്തപുരത്ത് കേട്ടപ്പോ തന്നെ അവിടെ ഭീമാപള്ളിയിലെ ആരൊക്കെ പറഞ്ഞു, നമുക്ക് പറഞ്ഞു നല്ല കാര്യമാണ്. കാര്യം എന്താ, ഇനി പെൺകുട്ടിയെ കല്യാണം കഴിക്കും പോകാൻ കൈകൂട്ടം പറയാലോ, HPLC പാസ്സായിട്ട് വരാൻ 6 മാസം മുമ്പ് വരെയുള്ള ഒരു സിഗരറ്റ് വലിച്ചാലോ മദ്യം ഉപയോഗിച്ചാലോ ഈവൻ ഗുളിക കഴിച്ചാൽ പോലും അതിന്റെ കണ്ടന്റ് തിരിച്ചറിയാൻ പറ്റും, ടെസ്റ്റ് തിരിച്ചറിയാൻ പറ്റും, ടെസ്റ്റ് വരാൻ പോവാ ഇല്ലേ. അപ്പൊ അത് ഈ പറയുന്ന ദേശസാൽകൃതമായിട്ടുള്ള പ്രൈവറ്റ് ഏജൻസികൾ മുഴുവൻ അവിടുത്തെ ഉദ്യോഗസ്ഥരെ എടുക്കുമ്പോൾ ഈ ടെസ്റ്റ് പാസ്സാകാൻ നിയമം വരാൻ പോവാണ്. പലരും വിദേശത്ത് തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടാവും. കാര്യം എന്താ, 6 മാസം മുമ്പ് ഒരു ലഹരിയുടെ സാന്നിധ്യം കണ്ടെത്താൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ സംവിധാനങ്ങൾ മുഴുവനും മാറിപ്പോയിട്ടുണ്ട്. ആ മാറിയ സംവിധാനത്തിനെതിരെ നമ്മൾ ആറ്റാൻ വേണ്ടത്, ലഹരി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഏറ്റവും വലിയ സംവിധാനം, ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ സ്ഥിരം ആളുകളുണ്ടെങ്കിൽ അവരെ തിരിച്ചറിയുക, അവരെ കൂടുതൽ കരുതലാകുക, അവരെ കാണാനും കേൾക്കാനും ശ്രമം നടത്തുക. പെട്ടെന്ന് മക്കളുടെ രീതികളൊക്കെ മാറുന്നത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. പഴയതുപോലെ മാതാപിതാക്കളോട് പെരുമാറാത്ത മക്കൾ ദേഷ്യപ്പെടുക, ഉറക്കത്തിന്റെ സമയങ്ങളൊക്കെ വ്യതിചലിക്കപ്പെടുക, അസമയങ്ങൾ ഭക്ഷണം കഴിക്കുക, അസമയങ്ങൾ വീട്ടിലേക്ക് കൂട്ടുകാർ വണ്ടിയിൽ വരിക, ആ വണ്ടി വരുമ്പോൾ ഉമ്മയോട് പറയാൻ ഇറങ്ങി ഓടുക, എന്നാൽ കുട്ടി ഓടിപ്പെട്ട് കൂട്ടുകാരുടെ വണ്ടിയിൽ കയറി പോവുക, ഉമ്മ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോരാന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഉമ്മ നിരന്തരം വിളിക്കുമ്പോൾ യഥാർത്ഥ സ്ഥലം പറയാതിരിക്കുക, കൂട്ടുകാരെ കുറിച്ച് വെളിപ്പെടുത്താതിരിക്കുക. അപ്പൊ ഉമ്മ പറയുന്നത് ഈ കൂട്ടുകാരൻ മുമ്പ് ഉണ്ടായിരുന്നില്ലല്ലോ, ഏതാ കൂട്ടുകാരൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുക. ഇങ്ങനെ നിരന്തരമായി കള്ളങ്ങൾ പറയുന്ന ശീലത്തിൽ തുടങ്ങുക. മുഖത്തിനും ശരീരത്തിലൊക്കെ രൂപമാറ്റങ്ങൾ വരിക, ഭക്ഷണത്തെ ശ്രദ്ധഗതിയായിരിക്കുക, കുളിക്കില്ല, നനയ്ക്കില്ല, ഉണ്ടില്ല, ഉറങ്ങില്ല. ഇത്ര പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മുറിക്കകത്തേക്കുള്ള പ്രവേശനം നിങ്ങൾക്ക് നിഷേധിക്കപ്പെടും. ഉമ്മയ്ക്ക് അകത്ത് കയറി മുറി വൃത്തിയാക്കാൻ പറ്റൂല, അവര് പുസ്തകം നോക്കാൻ പറ്റില്ല, ഡ്രസ്സ് അലക്കാൻ പറ്റൂല. കാര്യം എന്തിനാ അലക്കിയത്, എന്നെ മുറി വൃത്തിയാക്കി മുറി കയറാൻ പറഞ്ഞിട്ട് സാധനം കാണാനില്ല, അവരോട് പലപ്പോഴും പറഞ്ഞത് ഇന്ന മുറി വൃത്തിയാക്കണ്ടാവും. ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഏതൊരു കുഞ്ഞും അവരുടെ ഉമ്മയും ഉപ്പയുടെ ആവശ്യമുണ്ട്. അവരുടെ തുണി അലക്കി അയച്ചു കൊടുക്കാനും അടുക്കി വെക്കാനും ഇഷ്ടപ്പെടുന്ന കുട്ടികൾ എന്തുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ നമ്മളെ മാറ്റി നിർത്തുന്നത് ആലോചിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ പ്രൈവസിയിലേക്ക് നിങ്ങൾ കടന്നു കയറുന്നതല്ല, നിങ്ങൾ അറിയാത്തത് എന്തോ നിങ്ങൾ അറിയുമെന്ന ആശങ്ക അവരിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന ചിന്ത നിങ്ങൾ മനസ്സിലാക്കണം. അത് ഏറ്റവും നല്ലത് അവരെ ശാസിക്കുകയോ അവർ ഉപദേശിക്കുകയോ അല്ല ചെയ്യുന്നത്. നമ്മൾ പഴയ കാലത്തിൽ